വിപണിയിൽ നേന്ത്രക്കായ്ക്കും ഞാലിപ്പൂവൻ പഴത്തിനും വില വർദ്ധിക്കുന്നുണ്ടെങ്കിലും കർഷകർക്ക് അർഹമായ വില ലഭിക്കുന്നില്ല എന്ന് പരാതി. പ്രതികൂല കാലാവസ്ഥയെ അതിജീവിച്ചും ഭാരിച്ച മുതൽ മുടക്കിയുമാണ് മിക്ക കർഷകരും കൃഷി ചെയ്യുന്നത്. എന്നാൽ പലപ്പോഴും മുടക്കുമുതൽ പോലും തിരികെ കിട്ടാത്ത സാഹചര്യമാണുള്ളത്. ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നതാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. പത്തനംതിട്ട നഗരത്തിൽ ഏറ്റവും തിരക്കുള്ള ഒരു കർഷക വിപണിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പത്രങ്ങളിലും മറ്റ് മാധ്യമങ്ങളിലൊക്കെ ഞാലിപ്പൂവനും ഏത്തക്കലൊക്കെ സെഞ്ചുറി കടക്കുന്ന വിലയിലേക്കാണ് എത്തിയിരിക്കുന്നത് പറഞ്ഞു. ഇനിയും ഓണം ആഘോഷിക്കാൻ ഒരാഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ യഥാർത്ഥ കർഷകന് എന്താണ് ഇതിന്റെ വില ലഭിക്കുക എന്നുള്ളത്. നമ്മളോടൊപ്പം ചേരുന്നത് മൈലപ്രയിലെ കർഷകൻ കൂടിയായിട്ടുള്ള ഗിവറീസ് തറയിലാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഈ കർഷകന് വില ലഭിക്കുന്നുണ്ടോ? പത്രമാധ്യമങ്ങളിൽ കൂടി പബ്ലിസിറ്റിയും പരസ്യവും ഒക്കെ ഉണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ യഥാർത്ഥ കർഷകന് ഇതുകൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാകുന്നില്ല. കർഷകർക്ക് ഈ വില ലഭിക്കുന്നില്ല. ഈ വിലയ്ക്ക് സാധനങ്ങൾ എടുത്ത് വിറ്റാൽ വിൽക്കാനും പറ്റുന്നില്ല. ഇതുകൊണ്ട് മാർക്കറ്റിൽ കർഷകർക്ക് സാധനങ്ങൾ വിൽക്കാനൊക്കത്തൊരവസ്ഥയായി. പത്രത്തിലെ വിലയനുസരിച്ച് കർഷകർക്ക് സാധനമായി പോകും, മാർക്കറ്റിലെ വില ലഭിക്കത്തില്ല. തന്നെയല്ല, പ്രത്യേകം മാർക്കറ്റിൽ അവർ പത്രമാധ്യമങ്ങൾ പറയുമ്പോൾ നല്ല ഇനം എന്ന് ചേർക്കുന്നുണ്ട്. ഈ നല്ല ഇനം വരുമ്പോൾ നല്ല വില കിട്ടും. പക്ഷെ കർഷകർ കൊണ്ടുവരുന്നതൊക്കെ മീഡിയവും അവരുടെ നിലവാരമുള്ള സാധനങ്ങളാണ്. കേരളത്തിലെ കർഷകരെ അന്യ സംസ്ഥാനത്തിലെ സാധനങ്ങൾ തീറ്റി ഇപ്പോൾ കേരളത്തിലെ സാധനങ്ങളോ മറ്റ് സംസ്ഥാന സാധനങ്ങളോ തിരിച്ചറിയാൻ വയ്യാത്ത സ്ഥിതിയിലേക്ക് നമ്മുടെ കർഷകർ ആയിപ്പെട്ടിട്ടുണ്ട്. ഈ അവസ്ഥയിൽ കർഷകർ അനുഭവിക്കുന്ന ദുരിതം ഭയങ്കരമാണ്. അവർക്ക് അവിടെ സാധനം വിറ്റടിക്കാൻ കഴിയുന്നില്ല. മാർക്കറ്റിൽ 100 രൂപ കടന്നൊന്ന് വില പറയും, പക്ഷെ 70 രൂപയ്ക്ക് ഇവിടെ എടുക്കാൻ ആളില്ല. 70 രൂപയ്ക്ക് എടുത്താൽ പോലും വ്യാപാരികൾക്ക് അത് 80 രൂപ വിൽക്കാൻ പറ്റുന്നില്ല. മഴയാണ് ഇതെല്ലാം കാരണം, കാലാവസ്ഥയാണ് കാരണം. പ്രകൃതി വല്ലാതെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ഇതുവരെയും ഓണ വിപണി ഉണർന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഈ പ്രളയം ആറന്മുളയിലും റാന്നിക്കൊപ്പം തന്നെ മലയോര മേഖലയായ കോന്നിയിലൊക്കെ ഏറെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അപ്പം കർഷകരൊക്കെ ഈ വർഷം ഈ പ്രളയത്തെ അതിജീവിച്ചൊക്കെ കൃഷിയൊക്കെ ഇറക്കിയിരുന്നു. അവർക്ക് ലാഭമായ എന്തെങ്കിലും ധനസഹായങ്ങളൊക്കെ മറ്റു കിട്ടിയിരുന്നു? ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. കാരണം സർക്കാരുകൾ മാറും, കർഷകർക്ക് അന്നും ദുരിതം മാത്രമാണ്. കർഷകർക്ക് കുറെ പെൻഷൻ അനുവദിച്ചിട്ടുണ്ട്. അത് ഒരു കൂട്ടം കർഷകർക്ക് കിട്ടുന്നുണ്ട്, ഒരു കൂട്ടം കർഷകർ അല്ലാത്തവരും തട്ടിയെടുക്കുന്നുണ്ട്. 1-ാം തീയതി ബാങ്കിൽ വന്ന് പെൻഷൻ വന്നൊന്ന് അന്വേഷിക്കുകയും പിന്നെ കിറ്റായിട്ട് കിട്ടുന്ന അരിയും കിറ്റും ഒക്കെ വാങ്ങിച്ച് ഉപജീവനം നടത്തുന്ന കർഷകരെയാണ് ഇപ്പോൾ കൂടുതൽ. കർഷകർ കൃഷിയിടത്തോട് യാത്ര നടത്തി എന്തിനാ കഷ്ടപ്പെട്ട് കൃഷി ചെയ്യുന്നത്? യഥാർത്ഥ കർഷകരെ സംബന്ധിച്ച് ഇന്നും അവന് ബുദ്ധിമുട്ടാണ്. അവന് വെള്ളം കയറി അവരുടെ സാധനങ്ങൾ നഷ്ടപ്പെട്ടു, ഭൂമിയിടി സാധനങ്ങൾ നഷ്ടപ്പെട്ടു, പ്രകൃതി ക്ഷോഭത്താൽ ഒരുപാട് നാശമുണ്ടായി. ഇതൊന്നും ആരും കാണുന്നില്ല. ഇവിടെ ഓണമാണ്, വിപണിയാണ്, മാവേലി വരുന്നതൊക്കെ പറഞ്ഞതുകൊണ്ടൊന്നും കർഷകന്റെ വരുന്നത്. ഗിവറീസിന് മൈലപ്രയിലെ 1.5-2 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നല്ലോ. ഈ വർഷം വെള്ളത്തെ അതിജീവിച്ച് അവിടെ കൃഷിയൊക്കെ ഇറങ്ങിയിരുന്ന കാശിനഷ്ടം നേരിട്ടോ? ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്. എനിക്ക് ഈ വർഷത്തെ മികച്ച കർഷകന്റെ അവാർഡ് ലഭിച്ചതായിട്ട് ഇപ്പോൾ എനിക്ക് പഞ്ചായത്ത് കൃഷിഭവനിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചു. ഞാൻ എൻ്റെ കൃഷിയിടത്തിൽ ഞാൻ അധ്വാനിക്കുന്നുണ്ട്, കൃഷി ചെയ്യുന്നുണ്ട്. എനിക്ക് നല്ല സാധനങ്ങളും കൃഷിയുണ്ട്. പക്ഷെങ്കിൽ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് തൊഴിലാളികളും പണിക്കാരും ഇല്ലാതെ ചെയ്യുന്നത് കൊണ്ടും ഒറ്റയ്ക്കായതുകൊണ്ടും ഞാൻ നഷ്ടമില്ലാതെ മുന്നോട്ട് പോകും. റാന്നിയിലും ആറന്മുളയിലും കോന്നിയിലും ഒക്കെ ഈ പ്രളയത്തിൽ ധാരാളം ഈ കൃഷിനാശമൊക്കെ നേരിട്ടിട്ടുണ്ടല്ലോ. അപ്പം ഈ വില കൂടുതലും അവർക്കൊക്കെ യഥാർത്ഥ വില ലഭിക്കുമോ കർഷകർക്ക്? വലിയ പ്രതീക്ഷയില്ല. കാരണം വ്യാപാരികൾ കോന്നിയിലെയും ആറന്മുളയിലും വ്യാപാരികളുടെ വലിയ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. മുൻകാലങ്ങളിൽ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ പോലും പണം കിട്ടാത്തൊരവസ്ഥയാണ്. ഇതൊക്കെ പറച്ചിലേ ഉള്ളൂ. ഇന്നും കൃഷിക്കാരിലെത്തുമ്പോൾ നിങ്ങൾ കരുതുന്നില്ല. പത്രമാധ്യമങ്ങളും നിങ്ങൾ ചാനലുകളും ഒക്കെ ഇത് വേണ്ടവണ്ണം പബ്ലിസിറ്റി കൊടുക്കും, കാര്യം ശരിയാണ്. പക്ഷേ ഇതൊന്നും കർഷകരെത്തുന്നില്ല എന്നുള്ളത് യഥാർത്ഥം. ഇപ്പൊ തന്നെ നമുക്ക് ഈ ഇവിടെ കാണാമല്ലോ, ആൾക്കാർ വാങ്ങിക്കാതെ ഇഷ്ടം പോലെ ഏത്തക്കൊലയും പിന്നെ ഈ ഞാലിപ്പൂനും അതുപോലുള്ള പാളയംകോടൻ കൊലയൊക്കെ ഇങ്ങനെ വേസ്റ്റ് ആയിട്ട് അതെന്താ എന്ത് പറ്റിയത്? കൃഷിക്കാരിൽ നിന്ന് ഞാൻ സാധനങ്ങൾ ഞാൻ സ്വയം കർഷകനാണ്. ഒപ്പം എന്നെപ്പോലുള്ള കർഷകരിൽ നിന്ന് സാധനം വാങ്ങും. ഈ സാധനങ്ങളെ ഈ കാലാവസ്ഥ നന്നാകുമെന്ന് വിചാരിച്ച് ഓണത്തിന് വേണ്ടി വാങ്ങിയതാണ്. പക്ഷേ കഴിഞ്ഞ 3-4 ദിവസം മഴ കാരണം ഈ സാധനങ്ങളൊന്നും വിൽക്കാൻ കഴിഞ്ഞിട്ടില്ല, പഴുത്തുപോയി. 80 രൂപയ്ക്ക് വാങ്ങിയ വാഴക്കൊല പഴം 50 രൂപയ്ക്ക് വിൽക്കേണ്ട ഗതികേടിലാണ്. അങ്ങനെയും വാങ്ങാൻ ആളില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ കൂട്ടിയിട്ട് വരുന്നവർക്ക് സൗജന്യമായിട്ടോ ഫ്രീ ആയിട്ടോ ഒക്കെ കൊടുക്കേണ്ട ഗതികേടിലേക്ക് മാറിയിരിക്കുന്നത്. മറ്റേ ബന്ധപ്പെട്ട ഈ കൃഷി വകുപ്പിനോടും സർക്കാരിനോടൊക്കെ എന്താണ് കർഷകൻ എന്ന നിലയിൽ പറയാനുള്ള ആവശ്യം? എനിക്ക് കർഷകരുടെ നിലയിൽ പറയാനുള്ളത്, ചിങ്ങം 1-ന് കർഷക ദിനം ആചരിക്കുന്നു. അതിന്റെ ആവശ്യം ഉണ്ടോ തന്നെ എനിക്ക് സംശയമാണ്. അങ്ങനെ ആചരിക്കപ്പെടുന്ന കർഷകന് 60 രൂപയുടെ പൊന്നാട നൽകി ആദരിക്കുന്ന അവസ്ഥ നിന്ന് മാറണം. കുറഞ്ഞ പക്ഷേ അവന് 2500 രൂപയെങ്കിലും
അവിടെ യോഗത്തിന് വന്നിരിക്കുക ആദരിക്കപ്പെട്ട കർഷകന് കൊടുക്കണം. ഇല്ല കുറഞ്ഞ പക്ഷം അവന്റെ ഒരു ദിവസം വേതനമെങ്കിലും കൊടുക്കണം. ആ നിലയിൽ കർഷകനെ അംഗീകരിക്കാനും ആദരിക്കാനുമാണ് നമ്മൾ പഠിക്കുന്നത്. യഥാർത്ഥ കർഷകന് ഈ പത്രങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും ഒക്കെ വരുന്ന വില ഞാലിപ്പൂവനായാലും ഏത്തക്കൊലയ്ക്കൊക്കെ ആണെങ്കിലും കിട്ടുന്നില്ലാണ് ഗീവറീസ് ഉൾപ്പെടെയുള്ള കർഷകർ പറയുന്നത്. ഇപ്പോഴും പത്തനംതിട്ട ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ മഴ തിമിർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഓണം ഇതുവരെയും ഇവരുടെ വിപണിയെ സജീവമാക്കിയില്ലെന്നാണ് ഇവരുടെയൊക്കെ അഭിപ്രായം. ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദ് എം ജെ, കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.